കാനഡയിൽ പോണ, കാനഡയിൽ ചെന്ന് കല്യാണം കഴിക്കണ, അത് ഇവിടുന്ന് കല്യാണം കഴിക്കണം, അവിടുന്ന് കല്യാണം കഴിക്കണ, ആ കൊച്ചിന് കനേഡിയൻ പൗരത്വം വേണം, ഇന്ത്യൻ പൗരത്വം വേണം. അത് നമ്മൾ കനേഡയിലൂടെ താമസിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ കുഞ്ഞിനെ അവിടെ സ്വിറ്റ്സർലൻഡ്, അയർലൻഡ്, വേറെ എവിടെയും സ്വിറ്റ്സർലൻഡിൽ പോകാൻ പറ്റുമോ? ഇങ്ങനെ ഒരു ഐഡിയ ഇല്ല സമയം നമ്മുടെ ജീവിതത്തിൽ ഒരു ഐഡിയ. അപ്പോൾ അവൾക്ക് ധൈര്യമായിട്ടുള്ള മാത്രമല്ല, നമ്മൾക്കും എന്ത് കച്ചവടം ചെയ്യണം, ആ ചെയ്താൽ വിജയിക്കുമോ, നഷ്ടം വരുമോ, ഇയാളുമായിട്ട് നമുക്ക് കച്ചവടം ചെയ്യണോ, ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഐഡിയ ഇല്ലുമ്പോൾ എന്താ പറയുക? ഐഡിയ ഇല്ലെങ്കിൽ, ഒരു ഐഡിയ എന്നൊരു ജീവിതത്തിലേക്കുള്ള ഇല്ലെങ്കിൽ എന്താ ചെയ്യണമെന്നറിയാമോ? അടുത്തൊരു സ്റ്റെപ്പ് മേരി മാഗ്ദലിൻ പറയുന്ന ഒരു പ്രൊവിഷനുണ്ട്. മാഗ്ദലിൻ പ്രൊവിഷൻ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്താണെന്നറിയാമോ? എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ട് പോയി എവിടെയാണോ വെച്ചാൽ എനിക്കറിയത്തില്ല. പിന്നെന്താ പറയണത്? എവിടെയാണെന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ വന്ന് എടുത്തുകൊണ്ട് പോകാം. അതാണ് സംഭവം. ഹെവി ഡ്യൂട്ടി, ഒരു ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള പ്രേക്ഷിത പ്രവർത്തനം ഏറ്റെടുക്കണം അവൾ. ഇവൾ സിംഗിൾ പേഴ്സണായിട്ട് ചെന്നിട്ട് കർത്താവിൻ്റെ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോകുന്നുള്ളതെന്നാണ് പറയണത്. അതിന് ദുർഗന്ധം ഉണ്ടാകും, ചേർത്തതായിരിക്കും, എടുത്ത പൊങ്ങത്തില്ല, അതൊന്നും അല്ല പ്രശ്നം. അവളുടെ ഇച്ഛാശക്തിയാണ്. അത് എടുക്കാനുള്ളൊരു മാനസിക താല്പര്യം കാണിക്കുമ്പോൾ പെട്ടെന്ന് ഈശോ വിളിക്കും, മറിയാം. ഞെട്ടിപ്പോ അവൾ റബ്ബൂനി എന്ന് വിളിക്കും. കാര്യം എന്താണ്? ഈ മറിയോ എന്നുള്ള വിളി എങ്ങനെ വന്നാണെന്നറിയാവോ? എങ്ങനെ വന്നാണ്? ഈ ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാമെന്ന് പറഞ്ഞതിൻ്റെ മുമ്പിൽ കർത്താവിനെ വെളിപ്പെടാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. നിൻ്റെ ജീവിതം അങ്ങനെയാണ്. നിനക്ക് വഴിമുട്ടിപ്പോയ ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഉണ്ടല്ല, ഒരു ഹെവി ഡ്യൂട്ടി എങ്ങോട്ട് എടുത്തേക്കണം കർത്താവിന് വേണ്ടി. എൻ്റെ പൊന്നുമോളെ, കർത്താവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് നിനക്ക് വഴി പറഞ്ഞു തരും. അതാണ് ബൈബിള്. യോഹന്നാൻ 20:15. അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു. പ്രഭു അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക. ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. അപ്പോൾ അടുത്ത വരി എന്താ? യേശു അവളെ വിളിച്ചു. എല്ലാം മാറുകയും ഇനി പറയാൻ ഈശോ അവളെ അനുവദിക്കത്തില്ല. യേശു അവളെ വാ പൊത്തണ പോലെ വിളിച്ചു, മറിയാം. വിടിയൊരു വല്ലാത്ത വിടിയായിപ്പോയി, മറിയാം. നമ്മൾ പറഞ്ഞത് ഈ നാടകക്കാർ വിളിക്കുന്ന പോലെയല്ല, അത് ആ സ്നേഹത്തിൻ്റെ ആഴങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് വിളിക്കേണ്ടത്, മറിയാം റബ്ബൂനി എന്ന് വിളിക്കുക. അതെന്നാ രസമാണെന്ന് ആ ഭാഗം എന്ന് വെച്ചത്. അതായത് അവർക്ക് എന്താ കാര്യത്തിൽ നമ്മുടെ ഇന്നത്തെ കന്യാസം കണ്ടില്ലേ, 2 തിമോത്തി 1:8, നിൻ്റെ കർത്താവിന് സാക്ഷ്യം നൽകുന്നത് നീ ലജ്ജിക്കരുത്. അവർക്ക് ലജ്ജയില്ലാതെ ഈ ബോഡി എടുത്തുകൊണ്ട് പോകാമെന്ന് അവൾ പറഞ്ഞില്ലേ. അതാണ് ദൈവം മറുപടി തന്നത്. വായിച്ചത് 2 തിമോത്തിയോസ് 1:8. നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്.